നമ്മൾ ലെറ്റ് ഗോ എന്നേ പറയാൻ പറ്റൂ. ഇതൊന്നും നമ്മുടെ ഒരു ലാർജർ പിക്ചർ ഓഫ് ലൈഫിൽ ഇതൊന്നും ഇറ്റ് ഡസന്റ് മാറ്റർ. വേദനിപ്പിക്കാൻ വരുന്നവർ വേദനിപ്പിച്ചിട്ട് പോട്ടെ, അവർക്ക് അതിൽ നിന്നൊരു സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ ലെറ്റ് ദം ഹാവ് ഇറ്റ്. അതേ പറ്റൂ. അതാണ് ഏറ്റവും, അതൊരു എളുപ്പമാർഗവും കൂടിയാണ്. മറ്റേ ഇവരെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാന്നൊക്കെ പറയുന്നത് തൊല്ലയാണ്. സ്ത്രീകൾക്ക് അനുപമനെ വലിയ ഇഷ്ടമാണ്. ഒരു സെറ്റ് ഓഫ് സ്ത്രീകൾക്ക്, ഫോർ ഇൻസ്റ്റൻസ്, എന്താ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ സൈഡിൽ നിന്ന് അനുപമനൻ കുറെ പറഞ്ഞിട്ടുണ്ട്. അനുപമനൻ ഇതിനെ പറ്റി അറിയാം? ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യമായ കാര്യം. കാരണം നമ്മൾ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു അജണ്ടയായി എടുത്തിട്ടില്ല. വി കാൻ ഡു ദാറ്റ്. ഞാനൊരു നിഷ് ഫിലിം മേക്കറാണ്. എനിക്കറിയില്ല ഒരു പടം വർക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഓടുന്ന പടം എങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയില്ല. എന്റെ സിനിമ ഓടോ ഇല്ലയോ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് എനിക്ക് നല്ല ബോധ്യമുള്ള സിനിമ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഇതിനകത്ത് ഉണ്ടാവാം. ആൻഡ് ആ ഇംപെർഫെക്ഷൻസ് തന്നെയാണ് ഞാൻ, വിത്ത് ഓൾ മൈ ലിമിറ്റേഷൻസ് ആൻഡ് ഇംപെർഫെക്ഷൻസ്. ദാറ്റ് ഈസ് വാട്ട് മേക്സ് മീ വാട്ട് ഐ ആം, അല്ലേ? അപ്പൊ ആ നിഷ് മതി എനിക്ക്. ഞാനതിൽ വളരെ കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഹെവിലി ബോധേഡ് അല്ല. ആര് എങ്ങനെ, ഓഫ് കോഴ്സ് ഈ സ്ത്രീകളെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നൊരു ശരി, പുരുഷന്മാരുടെ ഭാഗത്തുനിന്നും പറയാത്തത് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്നറിയില്ല. അതൊരു എന്താ പറയാ, ഒരു സാഹിത്യവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സിനിമകളുമായി അങ്ങനെ ഒരു അത്തരം ഒരു ബന്ധമുള്ള ആൾക്കാരാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിനപ്പുറം മറ്റൊരു മാസിലേക്ക് പെർമിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. എനിക്ക് വരുന്ന സിനിമകൾ, ഇപ്പം അഭിനയിക്കുന്ന സിനിമകൾ അങ്ങനെ ഒരു ഭയങ്കര തിരഞ്ഞെടുപ്പിന്റെ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതേ ചെയ്യൂ അങ്ങനെയൊന്നുമില്ല. എനിക്ക് വരുന്ന സിനിമകൾ എല്ലാം തന്നെ ഓൾമോസ്റ്റ് അത്യാവശ്യം അടി കിട്ടൂല എന്ന് തോന്നുന്ന പടങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കാരണം അതെന്റെ ഉപജീവന മാർഗമാണ്. ദാറ്റ് ബ്രിങ്സ് ദാറ്റ് ലൈറ്റ്സ് അപ്പ് മൈ കിച്ചൺ ഫയർ എന്ന് പറയാം. അപ്പൊ അത് ഞാൻ ചെയ്യാറില്ല. ബട്ട് അറ്റ് സെയിം ടൈം ഞാൻ എഴുതുന്നതോ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള, ഇപ്പം റൈറ്റ് ഫ്രം ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ലോഡ്ജ്, കാലിഫോർണിയ, കോക്ടെയിൽ ആൻഡ് ദിസ് ഡോൾഫിൻസ്, മെഴുതിരി അത്താഴങ്ങൾ, പത്മ, കിങ് ഫിഷ്, എന്ത് തന്നെ ഈ സിനിമകളൊക്കെ തന്നെയും എനിക്ക് അന്നേരമുള്ള എന്റെ ബോധ്യത്തിൽ നിന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് ഇപ്പൊ ലോഡ്ജ് പോലത്തെ ഒരു സിനിമ എഴുതുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ സമൂഹത്തിന്, ഐ മീൻ അതിന്റെ ഒരു ബാക്ക്ലാഷ് ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. അന്ന് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് വളരെ വാലിഡ് ആയിട്ട് തോന്നുന്നു. ഇത് ഈ കാലഘട്ടത്തിന്റെ അശ്ലീലമാണ്. ഈ അശ്ലീലങ്ങൾ കാലപ്രവാഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അന്ന് എനിക്കത് മനസ്സിലായില്ല. പക്ഷെ ഇന്നിപ്പോ ചുരുളി പോലെ ഒരു സിനിമ സംഭവിക്കുമ്പോ അത് അന്ന് പറഞ്ഞത് ശരിയാവുകയാണ്. അന്നേ മനസ്സിലായിരുന്നോ കാലപ്രവാഹത്തിൽ ഇത് മാറി മറിയും? അല്ല, അങ്ങനെ ഒരു വളരെ ക്ലിയർ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ദീർഘവീക്ഷണത്തോടുകൂടി. പക്ഷെ എനിക്ക് അന്നത്തെ ബോധ്യം എന്ന് പറയുന്നത് അത്തരം ക്യാരക്ടേഴ്സിന്, പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു മിലിയൂല് ഒരു എന്നെ അതിൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ എന്റെ എഴുത്തിൽ ഞാൻ എക്സൈറ്റഡ് ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രാകൃതം എന്ന് നമ്മൾ വിളിക്കാവുന്ന, വളരെ ലോക്കൽ എന്ന് വിളിക്കാവുന്ന ഒരു ലോഡ്ജിലേക്ക് ഈ പറയുന്ന സോ കോൾഡ് സോഫിസ്റ്റിക്കേഷനും സോവിറ്റിയും ഒക്കെയുള്ള ഒരാൾ കയറി വരുന്നു. റിച്ച് സൂപ്പർ ക്ലാസ്. അതെ അതെ, അത് അങ്ങനെ പറയാം. പക്ഷെ ഈ ഇൻട്രൻസിക്കലി മനുഷ്യനെല്ലാം സെയിം ആണ്. മെയിൻ ഹ്യൂമൻ ഇമോഷൻസിൽ നമ്മുടെ പ്ലെയിൻ ഇമോഷൻസ് ആലോചിക്കുമ്പോൾ ഇതെല്ലാം സെയിം ആണ്. അത് എത്രത്തോളം നമ്മളത് കട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ സംസ്കാരത്തിന്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്കാരത്തിന്റെ ഒരു കാര്യം. ചട്ടക്കൂട്. അതെ, ചട്ടക്കൂട്. അപ്പൊ അതിനെ ഒന്ന് എൻലാർജ് ചെയ്യുകയും, അല്ലെങ്കിൽ അതിന്റെ നൂലിഴകൾ എന്താണ് എന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അതിൽ എക്സൈറ്റ്മെന്റ്. സോ അന്ന് ട്രിവാൻഡ്രം ലോഡ്ജിനെയും ബ്യൂട്ടിഫുളിനെയും ഒക്കെ ട്രാഷ് എന്ന് വിളിച്ചിട്ടുണ്ട് എത്രയോ ഈ പറയുന്ന നിരൂപകർ. അവര് തന്നെ പിന്നീട് അതിനെ വളരെ അതെ അന്നും പറഞ്ഞിട്ടുണ്ട്. പകൽ നക്ഷത്രങ്ങൾക്കും സെയിം സംഭവിച്ചിട്ടുണ്ട്. പകൽ നക്ഷത്രങ്ങൾ ഇറങ്ങി സെക്കൻഡ് ഡേ ഒരു പ്രശസ്ത നിരൂപകൻ എഴുതിയിട്ടുണ്ട്, ഇതൊരു ഈ പറയുന്ന ഒരു ഇറ്റ്സ് എ ബ്ലോച്ച് ഓൺ മലയാളം സിനിമാസ് ക്ലാസ് എന്നവർ എഴുതിയ ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം മാറും. പക്ഷെ ഇപ്പൊ പകൽ നക്ഷത്രം ഫാൻ ക്ലബുകളുണ്ട്. അതെ അതെ. അപ്പൊ അത് ഇതെല്ലാം മാറും. ഇപ്പൊ എന്റെ കാര്യത്തിൽ മാത്രമല്ല,
എല്ലാ ഫിലിം മേക്കേഴ്സിന്റെ കാര്യത്തിലും അവർ അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന പോലെ ആയിരിക്കില്ല പിൽക്കാലം ശ്രദ്ധിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതില് ബോഗ് ഡൗൺ ആയി പോരുത് എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ തളർന്നു പോരുത്. ഒരു നിരൂപണത്തിൽ ഞാനിതൊന്നും വായിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഓഫ് സോഷ്യൽ മീഡിയയാണ്. എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല. ഞാൻ ഇത്തരം കമന്റുകളൊന്നും വായിക്കാറില്ല. സോ ഐ എം വെരി ഹാപ്പി ഇൻ ദാറ്റ് സ്പേസ്. ബിക്കോസ് ഇത് വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം എനിക്ക് തോന്നുന്നില്ല. പത്രം വായിക്കലില്ലല്ലോ. ഇല്ല, അങ്ങനെ വായിക്കാൻ മാത്രമൊക്കെ ഉണ്ടോ? പത്രത്തിൽ വളരെ ശുഭോദാർക്കമായ കാര്യങ്ങളാണ്. അതെന്താ ഒരു നിഷ്പക്ഷ പത്രം ഇല്ലാത്തത് കൊണ്ടാണോ വായിക്കാത്തത്, അതോ പത്രം വായിച്ചിട്ട് വേണം അറിവ് നേടണം എന്നുള്ള ധാരണ കൊണ്ടാണോ? അത് എന്താ? അല്ല, നമ്മള് എന്തായാലും നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുമ്പോൾ അത്യാവശ്യം അറിയാനുള്ള വാർത്തകൾ ഇപ്പൊ വിഷ്ണു എന്റെ സുഹൃത്താണെങ്കിൽ നിന്നിൽ നിന്നറിയും അല്ലെ, അല്ലെങ്കിൽ എന്റെ മറ്റു കൂട്ടുകാരിൽ നിന്നറിയും. പിന്നെ അത്തരം വാർത്തകൾ ഇപ്പോ എന്താണ്, യുദ്ധങ്ങൾ, കൊലകൾ, ഇതൊക്കെയാണല്ലോ ഫ്രണ്ട് പേജ് യൂഷ്വൽ സാധനം. അതെ, ഈ പറയുന്ന സെൻസേഷണലൈസേഷൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. സോ ആ കാര്യങ്ങൾ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല. അത് വായിച്ചോണ്ട് ഇൻട്രസ്റ്റ് ചെയ്യണില്ലാന്നാണോ അതോ ഇമോഷണലി അത് ബോദർ ചെയ്യുന്നുള്ളതാണോ? അല്ലെ, ഇമോഷണലി ബോദർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എടുക്കാറില്ല. ദാറ്റ്സ് വെരി ട്രൂ. ഇമോഷണലി ബോദർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു സ്ട്രെസ്സും ഒരു തരത്തിലുള്ള കാര്യം ഞാൻ എടുക്കാറില്ല. അത് എടുത്തതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ. കാരണം അത് ഇപ്പൊ നമുക്ക് പണ്ട് നമ്മുടെ ബുദ്ധിസ്റ്റ് ഫിലോസഫി ഉണ്ടല്ലോ, ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഹ്യൂമൻ മിസറി, വിച്ച് ഇസ് എ ഭയങ്കര വലിയൊരു തോട്ടാണ്. നമുക്ക് ആഗ്രഹങ്ങൾ വേണോന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങൾ വേണം. എന്നാൽ ഈ നമ്മുടെ പ്രതീക്ഷകൾ അങ്ങനെ അങ്ങ് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശയേക്കാൾ നല്ലതാണ് അതില്ലാതിരിക്കുന്നത്. ഓക്കെ. സോ ഐ ഹാവ് ഓൾവേസ് മെയിൻറ്റെയിൻ ദാറ്റ് ഐ ആം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ആം റൈറ്റ് നൗ. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സ്വപ്നങ്ങളോ ഇന്ന സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോബി ഡിക്ക് പോലത്തെ ഒരു സാധനം സിനിമയാക്കണം, അല്ലെങ്കിൽ യുനോ ഇപ്പൊ പുതിയ ഇപ്പൊ F1 അതെ, അല്ലെങ്കിൽ ഒരു ഓർഹൻ പാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എടുത്തിട്ട് നമുക്ക് അതൊരു വേൾഡ് സിനിമ, അങ്ങനെ എനിക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞു ഈ പറയുന്ന മെഴുതിരത്താഴങ്ങളും പത്മയൊക്കെ ചെയ്തു പോയാലും ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് മറ്റു സ്പിയേഴ്സിലും നമ്മൾ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എനിക്കൊരു ക്ലോസ് ഫാമിലി സർക്യൂട്ട് ഉണ്ട്, ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എൻ്റെ യാത്രകളുണ്ട്. അപ്പൊ അതിലെല്ലാം നമ്മൾ വർത്തിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്നും വായിക്കാത്തത്. എനിക്ക് എന്നെ വിമർശനങ്ങളോ അല്ലെങ്കിൽ പിന്നെ പലതും പേഴ്സണൽ വാൻഡറ്റാസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക. എനിക്ക് തോന്നുന്നു 2 തരം ആളുകൾ ഇപ്പം വളരെ വ്യക്തമായിട്ട് നമുക്കിത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വലിയ സമൂഹം അതുണ്ട്. അപ്പൊ അവര് അതിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ലെറ്റ് ദം ഹാവ് ഇറ്റ് എന്നേ പറയാൻ പറ്റും. അല്ല നമ്മൾ അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരെ ചെയ്ത് വിളിക്കാനോ പോകേണ്ട കാര്യമില്ല. ലെറ്റ് ദം ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു വൈക്കാരിയസ് പ്ലഷർ ഇൻ പെയിനിങ് അതേഴ്സ്. ഉണ്ടായിക്കോട്ടെ, ലെറ്റ് ദം ഡു ഇറ്റ്. പക്ഷെ എന്റെ വഴി അതല്ല. നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിൽ ഞാൻ ഒരുപാട് ഈ സ്ത്രീകളെ പറ്റി അനുപനൻ എഴുതിയത്. അനുപനൻ ട്രിവാൻഡ്രം ലോഡ്ജില് ആദ്യമായിട്ട് 4 എന്നുള്ളൊരു കാര്യം എഴുതി. അതിനു മുമ്പ് അങ്ങനെ എഴുതി ഞാൻ കണ്ടിട്ടില്ല. പത്മേന ആഫ്റ്റർ പ്ലേ എന്ന് എഴുതി. ട്രിവാൻഡ്രം ലോഡ്ജില് എനിക്ക് തോന്നുന്നു ഓർഗാസം എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് ഞാൻ കേട്ടു ഒരു മലയാളം സിനിമയുടെ അകത്ത്. അങ്ങനെ ഒരു കോയിനേജ്, അത് സ്ത്രീകളാ പറയുന്നത്. അത് ആ സമയത്ത് ശരിക്കും ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക്, കാഴ്ചക്കാർക്ക്. അനുപമൻ എന്നുള്ള എഴുത്തുകാരനല്ല ഞാൻ പറയുന്നത്. എങ്ങനെ അത് എഴുതണം എന്ന് തോന്നി? അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങളോട് സംസാരിക്കും, സ്ത്രീകള് അവരുടെ എന്താ പറയാ സെക്ഷൽ ഡിസയേഴ്സിനെ പറ്റി ആ സൈഡ് സംസാരിച്ചാൽ അത് ഓക്കെയാണ്, അത് വളരെ നോർമലാണ്, അത് സംസാരിച്ചാൽ ഓക്കെയാണ്. ആ തോട്ട് എങ്ങനെ കിട്ടി? തോട്ട് കിട്ടുന്നതല്ല, എന്താണ് നമ്മള് ഒരു സ്ക്രിപ്റ്റിലൂടെ ആഗ്രഹിക്കുന്നത്. വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ വാട്ട് we see in society or what's getting communicated in society. അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ട് നാളെ എന്ത് സംഭവിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ?